ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ യശ്പാൽ എഴുതിയിട്ടുള്ള പർദ എന്ന സ്റ്റോറിയാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ചൗധരി പീർബക്ഷ് കെ ദാദാ ചുങ്കി കെ മെഹക്മേ മേ ദാരോഗ थे. അപ്പം ചുങ്കി കാ മെഹ്ക്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഹ്ക്മ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണേനെയാണ് പറയുന്നത്. അപ്പം ചുങ്കി കെ മെഹ്ക്മേ മേ ദാരോഗ थे എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ദാരോഗ ഇൻസ്പെക്ടർ ആയിരുന്നു. ആംദനി അച്ചി थी, ഇൻകം നന്നായിട്ടുണ്ടായിരുന്നു. ആംദനി എന്ന് വെച്ചാൽ ഇൻകം. एक छोटा पर पक्का मकान भी उन्होंने बनवा लिया. അപ്പോൾ ഒരു ചെറുതാണെങ്കിലും നല്ല അടച്ചുറപ്പുള്ള തേച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള കച്ച മക്കാനല്ല, തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചെറിയതാണെങ്കിലും ഒരു ബിൽഡിംഗ് അദ്ദേഹം ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് അദ്ദേഹം ഉണ്ടാക്കി. ലഡ്കോ കോ പൂരി താലീം ദി, ആൺകുട്ടികളെ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആക്കി. താലീം ദേനാന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആരെക്കുറിച്ചാണ് പറയുന്നത്? ചൗധരി പീർബക്ഷ്. പീർബക്ഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ ദാദാജി, ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ ആയിരുന്നത്. അങ്ങനെ ഈ ഗ്രാൻഡ് ഫാദർ എന്തൊക്കെ ആ ഒരു ജോലിയിൽ നിന്നും ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പം ലഡ്കോ കോ പൂരി താലീം ദി, ദോനോ ലഡ്കെ एंट्रेंस पास कर रेलवे में और डाक खाने में बाबू हो गए. അപ്പം രണ്ട് ആൺകുട്ടികളും എൻട്രൻസ് എഴുതിയിട്ട് അതിൽ നിന്നാണ് അവർക്ക് ജോലി കിട്ടിയത്. ഒരാൾ റെയിൽവേയിലും അതുപോലെ തന്നെ ഒരാൾ ഡാക്കാന എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. चौधरी साहब की जिंदगी में लड़कों के ब्याह और बाल बच्चे भी हुए, लेकिन ഓഹദെ में खास तरक्की ना हुई. അപ്പം ഈ ചൗധരി സാഹബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞതും അവർക്ക് കുട്ടികൾ ഉണ്ടായതൊക്കെ. പക്ഷേ ഓഹദെ में खास तरक्की ना हुई, അതായത് അവരുടെ പോസ്റ്റിൽ അവർക്ക് അധികം പ്രൊമോഷൻ ഒന്നും കിട്ടുകയൊന്നും ചെയ്തില്ല. വഹി 30 और 40 रुपये മാഹ്വാർ കാ ദർജ, ഒരു മാസം 30-40 രൂപയാണ് അവർക്ക് സാലറി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതിലും കൂടുതലുള്ള ഒരു പോസ്റ്റൊന്നും അവർക്ക് കിട്ടിയില്ല, അതിലും കൂടുതൽ പേയ്മെൻ്റ് ഒന്നും അവർക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. अपने ज़माने की याद कर चौधरी साहब कहते वो भी क्या वक्त थे, लोग मिडिल पास कर कलेक्टरी करते थे और आजकल की तालीम है कि एंट्रेंस तक अंग्रेज़ी पढ़कर लड़के 30-40 से आगे नहीं बढ़ पाते. बेटों को ऊंचे ओहदों पर देखने का अरमान लिए ही उन्होंने आँखें मूंद ली. അപ്പം ആ സമയത്താണ് ചൗധരി സാഹബ് തൻ്റെ ആ ഒരു കാലഘട്ടം ഓർക്കണത്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ സ്കൂൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും കളക്ടർ ആവാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് ജോലി കിട്ടിയാലും അംഗ്രേസി പഠിക്കർ, ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും 30-40 से आगे नहीं बढ़ पाते, ഒരു 30-40 രൂപയിലും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോലി പോലും കിട്ടുന്നില്ല. ബേട്ടോं को ऊंचे ओहदों पर देखने का अरमान लिए, മക്കളെ ഉയർന്ന പോസ്റ്റിൽ കാണണം എന്നുള്ള അർമാൻ, ആഗ്രഹം കൊണ്ട് തന്നെയാണ്, അത് തൻ്റെ മനസ്സിലുണ്ടായിരുന്നപ്പോഴാണ് ഉൻഹോനെ ആഖെ മൂന്ത്ലി, അങ്ങനെയാണ് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയതെന്ന്. അതായത് ചൗധരി സാഹബ് മരിക്കുന്നവരെ മക്കൾക്ക് ഇതിലും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന പോസ്റ്റിലേക്കൊന്നും എത്താനായിട്ട് പറ്റിയില്ല. ഇൻഷാ അല്ലാ ചൗധരി സാഹബ് കെ കുൻബെ മേ ബർക്കത്ത് ഹുയി. അങ്ങനെ പറയുന്നത് ചൗധരി സാഹബിൻ്റെ കുൻബ എന്ന് പറഞ്ഞ ഫാമിലിയിൽ പ്രോഗ്രസ് ഉണ്ടായി, ബർക്കത്ത് വന്നു എന്ന് പറയില്ലേ. ചൗധരി ഫസൽ കുർബാൻ റെയിൽവേ മേ കാം കർത്തേ थे. അപ്പോൾ ആ ഫാമിലിയിൽ തന്നെ ചൗധരി ഫസൽ കുർബാൻ റെയിൽവേയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാ നെ ഉൻഹെ 4 ബേട്ടെ और 3 ബേട്ടിയാ ദി. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ 3 ആൺകുട്ടികളും അതുപോലെ തന്നെ 3 പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ചൗധരി ഇലാഹി ബക്ഷ് ഡാക് ഖാനെ മേ थे. അപ്പം ചൗധരി ഇലാഹി ബക്ഷ് ആണ് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത്. ഉൻഹെ ബി അല്ലാനെ 4 ബേട്ടെ और 2 ലഡ്കിയാ ബക്ഷി. അപ്പം അദ്ദേഹത്തിന് 4 ആൺകുട്ടികളും അതുപോലെ തന്നെ 2 പെൺകുട്ടികളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ചൗധരി ഖാൻദാൻ അപ്നെ മക്കാൻ കോ ഹവേലി പുക്കാർത്താ ഥ. അപ്പം നേരത്തെ തന്നെ പറഞ്ഞു ഒരു ചെറിയതാണെങ്കിലും നല്ല വീട് വെച്ചു എന്ന്. പക്ഷേ ഈ ചൗധരി കുടുംബത്തിലെ ആളുകൾ അവരുടെ വീടിനെ ഹവേലി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ഹവേലി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഭയങ്കര വലിയ വീടുകളൊക്കെയാണ് പറയുന്നത്. ട്രഡീഷണൽ ആവണം നിർബന്ധമില്ല, പൊതുവെ മാൻഷൻ എന്നുള്ള രീതിയിലാണ് ഹവേലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വലിയ വീടുകളെയാണ് പറയുന്നത്.
പക്ഷെ അവരുടെ ചെറിയ വീടിനെ ഹവേലി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാം ബടാ ദേനെ പർ ജഗ തങ് ഹി രഹി. അപ്പം പേര് വലുതൊക്കെ കൊടുത്തു എന്നേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ള സ്ഥലം അപ്പോഴും കുറവ് തന്നെയായിരുന്നു. ദാരോഗ സാഹബ് के जमाने में जनाना भीतर था और बाहर बैठक में वे मोड़े पर बैठ नेचा गुड़गुड़ाया करते. അങ്ങനെ ദാരോഗ സാഹബ് ഉണ്ടായിരുന്നപ്പോൾ, അതായത് ഈ പീർബക്ഷന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് ജനാന ഭീതർ ഥ. ജനാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വൈഫിനെ ജനാനി എന്ന് പറയും. അപ്പം അതായത് ഈ സ്ത്രീകൾ, കുടുംബത്തിലെ സ്ത്രീകൾ ഇടപഴകുന്ന ആ ഒരു സ്ഥലം വീടിന്റെ ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്കായിരിക്കും, ഇന്റീരിയറിലായിരിക്കും. ഭീതർ എന്ന് വെച്ചാൽ ഉള്ളിലെന്നാണ്. ഓർ ബാഹർ ബാഠക് മേ, പുറത്തുള്ള സിറ്റ് ഔട്ടില് വേ മോഢേ പർ ബാഡ് നേച്ച ഗുഡ്ഗുഡായ കർത്തെ എന്ന് വെച്ചാൽ അവർ സ്മോക്ക് ചെയ്യായിരുന്നു. അതായത് ഈ ചൗധരി സാഹബ്, ഈ ഗ്രാൻഡ് ഫാദർ പുറത്ത് ഇരുന്നിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ സ്ത്രീകളൊക്കെ എപ്പോഴും ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ജഗ കി തങ്കി കി വജഹ സെ ഉൻകെ ബാദ് ബാഠക് ഭി ജനാനെ മേ ഷാമിൽ ഹോ ഗയി ഓർ ഘർ കി ഡ്യോഡി പർ പർദ ലട്ടക് ഗയ. അപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ ഇത്ര ആളുകൾ കൂടിയിട്ട് താമസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഈ സിറ്റ് ഔട്ടും അവരുടെ വീടിന്റെ ഉൾഭാഗമാക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഡ്യോഡീപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ മുന്നിലായിട്ട്, അതായത് എൻട്രൻസിന്റെ അവിടെയായിട്ട് എന്ത് ചെയ്തു, ഒരു പർദ ലട്ടക് ഗയ എന്ന് പറഞ്ഞാൽ ഒരു പർദ തൂക്കിയിട്ടു എന്നാണ്. പർദ്ദ തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു കേർട്ടൻ പോലെ അവർ എപ്പോഴും ഡോറിന്റെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. बैठक ना रहने पर भी घर की इज्जत का ख्याल था, इसलिए पर्दा बोरी के टाट का नहीं बढ़िया किस्म का रहता. അപ്പം ഈ സിറ്റ് ഔട്ട് ഇല്ല എന്നുണ്ടെങ്കിലും ഘർ കി ഇസ്സത്ത് കാ ഖ്യാൽ ഥാ, വീടിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇമേജിനെ കുറിച്ചിട്ട് അവരെപ്പോഴും ചിന്തിച്ചിരുന്നു. ഇസ്ലിയെ പർദ ബോരി കെ ടാട്ട് കാ നഹി, ബോരി എന്ന് വെച്ചാൽ ചാക്ക്. അപ്പൊ ആ ചാക്ക് തുണി വെച്ചിട്ടല്ല അവർ ആ ഒരു കേർട്ടൻ പോലെ ഇട്ടിരുന്നത്. ബഡിയ കിസ്മക്കാരഹത്ത, കുറച്ച് നല്ല മെറ്റീരിയൽ ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജാഹിർ ഹെ दोनों भाइयों के बाल बच्चे एक ही मकान में रहने पर भी भीतर सब अलग अलग था. അപ്പം രണ്ട് മക്കളുടെയും കുട്ടികൾ, ഈ ചൗധരി സാഹിബിന്റെ രണ്ട് മക്കളുടെയും കുട്ടികളൊക്കെ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഉള്ളിലെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. ഡ്യോഡി കാ പർദ കോൺ ഭായി ലായെ, इस समस्या का हल इस तरह हुआ कि दारोगा साहब के जमाने की पलंग की रंगीन दरिया एक के बाद एक ഡ്യോഡി മേ ലട്കായി ജാനെ ലഗി. അപ്പൊ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിന്റെ മുന്നിൽ ഒരു പർദ്ദ ഇടണം, പക്ഷെ അത് ആര് വാങ്ങിക്കൊണ്ടുവരും എന്നുള്ളതാണ്. മൂത്ത മകൻ കൊണ്ടുവരും, താഴെയുള്ള മകൻ കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ അവരുടെ അച്ഛൻ, അതായത് പീർബക്ഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അല്ല, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. അവരുടെ അച്ഛനാണ് ഈ ദാരോഗയായിരുന്ന ആള്. അപ്പം ഈ ദാരോഗ കിടന്നിരുന്ന സമയത്ത് ആൾക്ക് ബെഡ്ഷീറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഷീറ്റൊക്കെ എടുത്തിട്ട് ഈ പർദ്ദയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവരുടെ വീട്ടിൽ. ആ മക്കളുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. തീസരി പീഡിക്ക് ബ്യാ ഷാദി ഹോനെ ലഗി. അപ്പം ഈ ദാരോഗ്യായിരുന്ന ഗ്രാൻഡ് ഫാദറിന് ശേഷമുള്ള മൂന്നാമത്തെ ജനറേഷന്റെ അദ്ദേഹത്തിന്റെ മക്കളും അവരുടെ മക്കളും വരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആഖിർ ചൗധരി ഖാൻദാൻ കി ഔലാദ് കോ ഹവേലി ചോട് ദൂസരി ജഗഹേ തലാഷ് കർണി പടി. അങ്ങനെ ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതോട് കൂടിയിട്ട് തന്നെ ഔലാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനം എന്നാണ്. അപ്പൊ അവരുടെ ഫാമിലിയിലെ മറ്റ് കുട്ടികൾക്കൊക്കെ ഈ ഹവേലി വിട്ടിട്ട് വേറെയുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. ചൗധരി ഇലാഹി ബക്ഷ് കെ ബഡേ സാഹബ്സാദെ എൻട്രൻസ് പാസ് കർ ഡാക് ഖാനെ മേ 20 रुपये की ക്ലർക്കി പാകയെ. അപ്പൊ ചൗധരി ഇലാഹി ബക്ഷ് കെ ബഡേ സാഹബ്സാദെ, ഇലാഹി ബക്ഷിന്റെ മൂത്ത മകന് എൻട്രൻസ് എഴുതിയിട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ തന്നെ 20 രൂപ ശമ്പളമുള്ള ക്ലർക്കിന്റെ ജോബിൽ കയറി. ദൂസരെ സാഹബ്സാദെ മിഡിൽ പാസ്കർ അസ്പതാൽ മേ കമ്പൗണ്ടർ ബൻ ഗയെ. രണ്ടാമത്തെ മകനാണെങ്കിൽ സാഹബ്സാദ എന്ന് പറയുന്നത് മകനെയാണ്. മിഡിൽ പാസ്കർ, മിഡിൽ സ്കൂൾ കഴിഞ്ഞിട്ട് അസ്പതാൽ മേ കമ്പൗണ്ടർ, ഹോസ്പിറ്റലിൽ കമ്പൗണ്ടർ ആയിട്ട് കയറി. जो जो जमाना गुजरता जाता तालीम और नौकरी दोनों मुश्किल होती जाती. तीसरे बेटे होनहार थे. അപ്പം സമയം ഇങ്ങനെ കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ താലീം ഓർ നോക്കറി, എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജോബ് കിട്ടുക എന്നുള്ളതും വളരെ മുഷ്കിലായി തുടങ്ങി, ബുദ്ധിമുട്ടായി തുടങ്ങി. തീസരെ ബേട്ടെ ഹോൻഹാർ थे. മൂന്നാമത്തെ മകനാണെന്ന് വെച്ചാൽ
ഹോൻഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിരുന്നു, നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഉൻഹോനെ വസീഫ പായ. വസീഫ എന്ന് വെച്ചാൽ സ്കോളർഷിപ്പ്. അപ്പം നന്നായി പഠിച്ചിരുന്ന ആളായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മകന് സ്കോളർഷിപ്പ് കിട്ടി. ജൈസെ തൈസെ മിഡിൽ കർ സ്കൂൾ മേ മുദ്രിസ് ഹോ ദേഹാത് ചലേ ഗയേ. അപ്പം എങ്ങനെയൊക്കെയോ അവിടെ തന്നെ പിടിച്ചു നിന്നു. എന്നിട്ട് അതേ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറുടെ പോസ്റ്റിൽ കയറി. ചോത്തേ ലड़के പീർബക്ഷ് പ്രൈമറി സെ ആകെ ന ബഡ് സക്കെ. നാലാമത്തെ മകനായിട്ടുള്ള പീർബക്ഷിന് പ്രൈമറി സ്കൂളിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, അതായത് പഠിക്കാൻ അത്രയും മോശമായിരുന്നു. ആജ്കൽ കി താലീം മാ ബാപ്പ് പർ ഖർച്ച് കെ ബോജ് കെ സിവ ഓർ ഹേ ക്യാ. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന്റെ മുകളിൽ എഡ്യൂക്കേഷന്റെ ഒരു ചെലവ് അതൊരു വലിയ ഭാരമായിട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ എന്താ പറയാൻ പറ്റുക എന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത്. स्कूल की फीस हर महीने और किताबों കോപ്പിയോ और നക്ഷോ के लिए रुपये ही रुपये. അപ്പോൾ ഓരോ മാസവും സ്കൂളിൻ്റെ ഫീസ് അടയ്ക്കണം, പിന്നെ ബുക്കിന് വേണ്ടിയിട്ടുള്ള പൈസ വേണം, നോട്ട്ബുക്സിന് കിതാബെന്ന് പറഞ്ഞാൽ ഓർ കോപ്പിയാ, ഇത് രണ്ടും ബുക്സ് തന്നെയാണ്, ഇതിനുള്ള പൈസയൊക്കെ വേറെ അടയ്ക്കണം. നക്ഷോ के लिए रुपये ही रुपये. നക്ഷ എന്ന് പറഞ്ഞാൽ മാപ്പ്, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പൈസ ചിലവാക്കണം. അപ്പം അത് പാരൻസിന് വലിയൊരു ബോജ് എന്ന് പറഞ്ഞ ഒരു ബേർഡൺ ആണ്, വലിയൊരു ഭാരമാണ് എന്നാണ് പറയണത്. ചൗധരി പീർബക്ഷ് കാ ബി ब्याह हो गया, मौला के करम से बीबी की गोद भी जल्दी ही भरी. അതായത് ഈ ചൗധരി പീർബക്ഷിന്റെ വിവാഹം കഴിഞ്ഞു. മൗല കെ കരം സെ ദൈവാനുഗ്രഹം കൊണ്ട് ബീബി കി ഗോദ് ബി ജൽദി ഹി ഭരി, അതായത് ഭാര്യ പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആയി. പീർബക്ഷ് ने रोजगार के तौर पर खानदान की इज्जत के ख्याल से एक तेल की मिल में मुंशीगिरी कर ली. അപ്പം പീർബക്ഷ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ചിലവൊക്കെ തീർന്നു പോകണമല്ലോ, അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഖാൻദാൻ കി ഇസ്സത്ത് കെ ഖ്യാൽ സെ, വീടിൻ്റെ ആ ഇമേജ് കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവരുടെ ആ ഒരു ഫാമിലിയുടെ പേര് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഓയിൽ മില്ലിൽ തേൽ കെ മിൽമേ മുൻഷിഗിരി കർലി, അതായത് അവിടുത്തെ കണക്കൊക്കെ എഴുതാനായിട്ട് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാണ്. താലീം ജ്യാദാ നഹി തോ ക്യാ സഫേദ് പേഷ് ഖാൻദാൻ കി ഇസ്സത്ത് കാ പാസ് തോ ഥാ. അപ്പം അധികം എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും എന്താ, സഫേദ് പേഷ് ഖാൻദാൻ, ഈ വൈറ്റ് കോളർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ പെട്ട ആളാണല്ലോ, അതിൻ്റെ ഇമേജ് എന്തായാലും കീപ്പ് ചെയ്യണം. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മസ്ദൂരി ഓർ ദസ്ത്കാരി ഉൻകെ കർണേ കി ചീസേ നാ ഥി. അപ്പോൾ മസ്ദൂരി എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലുകൾ, ഓർ ദസ്ത്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അത് രണ്ടും ഈ പീർബക്ഷിന് പറഞ്ഞിട്ടുള്ളതായിരുന്നില്ല. ചോക്കി പർ ബാഠേ കലം ദവാത് കാ കാം ഥ. അപ്പം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കണക്ക് എഴുതുക, അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജോലി ഈ ഓയിൽ മില്ലിൽ. 12 രൂപയ മഹീന അധിക് നഹി ഹോത്ത. അപ്പോൾ ഒരു മാസമാണെങ്കിൽ 12 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് അവർക്ക് സഫീഷ്യൻറ്റും ആയിരുന്നില്ല ഫാമിലിക്ക്. ചൗധരി പീർബക്ഷ് കോ മക്കാൻ സിത്വ കി കച്ചി ബസ്തി മേ ലേനാ പട. അങ്ങനെ പീർബക്ഷിന് സിത്വ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കച്ചി ബസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലമ്മ് പോലത്തെ സ്ഥലം, ഒരു കോളനി പോലത്തെ സ്ഥലത്തിൽ ഒരു ബിൽഡിംഗ് എടുക്കേണ്ടതായിട്ട് വന്നു. മക്കാൻ കാ കിരായ 2 രൂപയാ ഥ. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കിരായ എന്ന് പറഞ്ഞാൽ റെൻറ്റ്, ആ റെൻറ്റ് 2 രൂപയായിരുന്നു. ആസ് പാസ് ഗരീബ് ഓർ കമീനെ ലോഗോं की ബസ്തി थी. അവിടെ ആണെങ്കിൽ തീരെ ദരിദ്രരായ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്ഥലമായിരുന്നു അത്. കച്ചി ഗലി കെ ബീച്ചോं बीच गली के मुहाने पर लगे कमेटी के नल से टपकते पानी की काली धार बहती रहती, ജിസ്കെ കിനാരെ ഘാസ് ഉഗ് ആയി ഥി. അപ്പം ഈ ഒരു ഏരിയയുടെ ഡിസ്ക്രിപ്ഷനാണ് പറയണത്. ഈ ഒരു സ്ലമ്മിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അവിടെ ഒരു കമ്മിറ്റി നെല്ലുണ്ടായിരുന്നു, ഒരു കോമൺ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു ടാപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണെങ്കിൽ വെള്ളം ലീക്ക് ആവുന്നുണ്ട്, അതിങ്ങനെ ഒഴുകി അത് പോകുന്ന ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു. ഓർ കിനാരെ ഘാസ് ഉഗ് ആയി ഥി. അങ്ങനെ ഈ വെള്ളം താഴെ ഒറ്റുന്ന സ്ഥലത്തൊക്കെ എന്താണ് പുല്ലും മുളച്ചിട്ടുണ്ടായിരുന്നു. നാലി പർ മച്ഛറോ ഓർ മക്കിയോ കെ ബാദൽ ഉമർത്തെ രഹത്തെ. അങ്ങനെ ഈ ഒരു ടാപ്പിൻ്റെ ചുറ്റും ഫുള്ള് മോസ്കിറ്റോസും അതുപോലെ തന്നെ ഈച്ചയും എല്ലാം ഉണ്ടായിരുന്നു. കൊതുക് ഈച്ചയാണ് ഇതിൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരുന്നത്. सामने रमजानी धोबी की भट्टी थी जिसमें से धुआं और
സജ്ജി മിലെ ഉബ്ലെ കപ്പടോം കി ഗന്ധ് ഉടുത്തി രഹത്തി. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ, ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ധോബിയുടെ വീടാണ്. അവിടെ ഒരു ബട്ടി ഉണ്ട്. ബട്ടി എന്ന് വെച്ചാൽ ഫർണസ്, എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ ഫർണസ് ഉണ്ട്. ഇതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ പുക പോവും. അപ്പോൾ ആ ഒരു പുക ശ്വസിക്കുമ്പോൾ സജ്ജി മിലെ ഉബ്ലെ കപ്പടോം കി ഗന്ധ് ഉടുത്തി രഹത്തി, അതായത് ഈ ചൂടുവെള്ളമായിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ അതിലുള്ള ഈ സജ്ജി എന്ന് പറയുന്നത് ഒരു തരം മണ്ണാണ്. അപ്പോൾ ഈ മണ്ണും ഈ ചൂടുവെള്ളവും ഈ ഡ്രസ്സും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ധോബിയുടെ വീടിൻ്റെ അവിടെ നിന്ന് വരിക. ദായി ഓർ ബിക്കാനേരി മോച്ചിയോ കെ ഘർത്തെ. ബിക്കാനേർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള ആളുകളെയാണ് ബിക്കാനേരി എന്ന് പറയുന്നത്. രാജസ്ഥാനിലത്തെ ബിക്കാനേറിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് മോച്ചി, ചെരുപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ വീടാണ് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. ബായി ഓർ വർക്ക്ഷോപ്പ് മേ കാം കർണേ വാലെ കൂലി രഹത്തെ. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇസ് സാരി ബസ്തി മേ ചൗധരി പീർബക്ഷ് ഹി പഠേ ലിഖേ സഫേദ് പേഷ് थे. അപ്പം ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിലെ പീർബക്ഷ് മാത്രമാണ് അത്യാവശ്യം പഠിപ്പുള്ള, അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾ. മറ്റുള്ളവരൊക്കെ സാധാരണ തൊഴിലാളികളാണ്. അപ്പോൾ മുൻഷിയായിട്ട് പോകുന്നത് പോലെയല്ലല്ലോ ഒരു തൊഴിലാളിയായിട്ട് പോകുന്നത്. അതാണ് പീർബക്ഷ് വിചാരിക്കുന്നത്. സിർഫ് ഉൻകെ ഹി ഘർ കി ഡ്യോഡി പർ പർദാ ഥ. അപ്പോൾ ഇവരുടെ വീട്ടിൽ മാത്രമാണ് ഈ ഫ്രണ്ടിൽ ഈ ഒരു കേർട്ടൻ പോലെ ഇട്ടിട്ടുള്ളൂ. സബ് ലോഗ് ഉൻഹെ ചൗധരി ജി മുൻഷി ജി കഹക്കർ സലാം കർത്തെ. അപ്പോൾ എല്ലാവരും ചൗധരി ജി മുൻഷി ജി എന്നൊക്കെ വിളിച്ചാണ് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉൻകെ ഘർ കി औरतों को कभी किसी ने गली में नहीं देखा. लड़कियां 4-5 बरस तक किसी काम काज से बाहर निकलती और फिर घर की आबरू के ख्याल से उनका बाहर निकलना मुनासिब ना था. അപ്പം ഈ പീർബക്ഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലെ സ്ത്രീകളെ ഒന്നും ആരും കണ്ടിട്ടില്ല, പുറത്തൊന്നും കണ്ടിട്ടില്ല. പെൺകുട്ടികളാണെങ്കിൽ ഒരു 4-5 വയസ്സാവുന്നത് വരെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ഘർ കി ആബരു കെ ഖ്യാൽ സെ, വീടിന്റെ ഓണർ കാക്കുക എന്നുള്ളത്, അതായത് അവരുടെ വീടിന്റെ പേര് കാത്ത് സൂക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം അവരെ പുറത്തിറക്കുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല. മുനാസിബ് നാ ഥാ എന്ന് വെച്ചാൽ അതാണ്. पीर बख्श खुद ही मुस्कुराते हुए सुबह शाम कमेटी के नल से घड़े बरलाते. അപ്പം ഈ പീർ ബക്ഷ് തന്നെയാണ് രാവിലെയും വൈകിട്ടൊക്കെ ഈ കോമൺ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. സ്ത്രീകളൊന്നും വിടില്ല. ചൗധരി की तनख्वाह 15 बरस में 12 से 18 हो गई. ഇപ്പോൾ ചൗധരിയുടെ സാലറി എന്ന് പറയുന്നത്, തൻഖ്വ എന്ന് പറഞ്ഞാൽ സാലറിയാണ്, 15 ബരസ് മേ 15 വർഷത്തിലെ 12 രൂപയിൽ നിന്നും 18 രൂപയായിട്ട് കൂടി. ഖുദാ की बरकत होती है तो रुपये पैसे की शक्ल में नहीं आल औलाद की शक्ल में होती है. അവർ വിശ്വസിച്ചിരുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഏർണിങ്സ് കൂടുക എന്നതല്ല, ഏർണിങ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, അവരുടെ ഫാമിലിയിൽ എത്ര മക്കളുണ്ട്, അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. 15 ബരസ് മേ 5 ബച്ചേ ഹുയെ. 15 വർഷത്തിൽ 5 മക്കളുണ്ടായി പീർബക്ഷിന്. പെഹലെ 3 ലഡ്കിയാ ഓർ ബാദ് മേ 2 ലഡ്കി. ആദ്യം 3 പെൺകുട്ടികളും പിന്നീട് 2 ആൺകുട്ടികളുമാണ് പീർബക്ഷിന് ഉണ്ടായത് ഈ 15 വർഷത്തിനിടയ്ക്ക്. ദൂസരി ലഡ്കി ഹോനെ को थी तो पीरबख्श की वालदा मदद के लिए आई. वालिद साहब का इंतकाल हो चुका था. അപ്പം രണ്ടാമത്തെ പെൺകുട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പീർബക്ഷിൻ്റെ അമ്മ വന്നു ഇവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാൽദ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, വാലിദ് എന്ന് വെച്ചാൽ അച്ഛൻ. വാലിദ് സാഹബ് ക ഇന്ത്കാൽ ഹോ ചുക്കാ ഥ. അപ്പോൾ അച്ഛനാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും മരിച്ചിരുന്നു. ദൂസര കോയി ഭായി വാൽദ കി ഫിക്ർ കർനെ ആയാ നഹി. അപ്പോൾ പീർബക്ഷിൻ്റെ വേറെ ബ്രദേഴ്സ് ആരും ഈ അമ്മേനെ കുറിച്ച് അന്വേഷിച്ചൊന്നും വന്നില്ല. വേ ഛോട്ടെ ലഡ്കിയൊക്കെ യഹാ ഹി രഹനെ ലഗി. അങ്ങനെ അമ്മയും പീർബക്ഷിൻ്റെ കൂടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജഹാ ബാൽ ബच्चे और घर बार होता है 100 किस्म की झंझटें होती ही है. അപ്പോൾ എവിടെയാണോ കുട്ടികൾ ഉണ്ടാവുന്നത്, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അവിടെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. झंझट പ്രശ്നം. 100 किस्म की എന്ന് വെച്ചാൽ 100 തരം. कभी बच्चे को तकलीफ है तो कभी जच्चा को. ऐसे वक्त में कर्ज की ज़रूरत कैसे ना हो. घर बार हो तो कर्ज भी होगा ही. അങ്ങനെ ചില സമയത്ത് കുട്ടികൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ പൈസയ്ക്ക് ഒരുപാട് ആവശ്യം വരും. വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കർസ് ബി ഹോഗാഹി,
എന്താണ് കടവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. मिल की नौकरी का कायदा पक्का होता है, हर महीने की 7 तारीख को गिनकर तनख्वाह मिल जाती है. മില്ലിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. എല്ലാ മാസവും 7-ാം തീയതി ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സാലറി കിട്ടും എന്നാണ് പറയുന്നത്. पेशगी से मालिक को चिढ़ है, कभी बहुत ज़रूरत पर ही मेहरबानी करते हैं. അപ്പം പേശിക്ക് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് മില്ലിൻ്റെ ഓണറിന് ഇഷ്ടമുള്ള കാര്യമല്ല. കബി ബഹത് ജറൂറത്ത് पर ही मेहरबानी करते हैं, ഭയങ്കര അത്യാവശ്യം ഉണ്ട് എന്നുള്ള സമയത്ത് മാത്രമാണ് ആളൊന്ന് മെഹർബാനി കരണമെന്ന് വെച്ചാൽ കനിയുന്നത്. जरूरत पड़ने पर चौधरी घर की कोई छोटी मोटी चीज़ गिरवी रख कर उधार ले आते. അപ്പം പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സമയത്ത് ചൗധരി വീട്ടിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഗിർവി റക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണയം വെച്ചിട്ട് കടായിട്ട് പൈസ വാങ്ങിയിട്ട് വരും. गिरवी रखने से रुपये के 12 आने ही मिलते, ब्याज मिलाकर 16 आने हो जाते और फिर चीज़ के घर लौट आने की संभावना न रहती. അതായത് എന്തെങ്കിലും പണയം വെക്കുമ്പോൾ അത് ഇത്ര മൂല്യത്തിൻ്റെ സാധനമാണെന്ന് കരുതുക. അപ്പം അതിന് ഇത്ര രൂപയാണ് മൂല്യം എന്നുണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് 12 അണാന്നുള്ള കണക്കിനാണ് പൈസ കൊടുക്കുക. അതുകൂടാതെ ബ്യാസ് മിലാക്കർ അങ്ങോട്ട് അടയ്ക്കാനുള്ള പൈസ ഇൻട്രസ്റ്റും കൂടിയിട്ട് കണക്ക് കൂട്ടി വരുമ്പോൾ അത് 16 അണയായിട്ട് മാറും. അങ്ങനെ അത്രയും പൈസ വരുമ്പോൾ എന്താണോ പണയം വെച്ചത് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ ആ സാധനം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. തിരിച്ചു കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയണത്. മുഹല്ലേ മേ ചൗധരി പീർബക്ഷ് കി ഇസ്സത്ത് थी. അപ്പം ആ ഒരു ലൊക്കാലിറ്റിയിൽ ചൗധരി പീർബക്ഷിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു പേരുണ്ടായിരുന്നു. ഇസ്സത്ത് കാ ആധാർ ഥാ ഘർ കെ ദർവാസെ പർ ലട്കാ പർദ. അപ്പം അവർക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അവരുടെ വീടിൻ്റെ മുന്നിൽ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു കേർട്ടൺ ആണ്. ഭീതർ ജോ ഹോ പർദ സലാമത്ത് രഹത്ത. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നാലും ആ പർദ അതുപോലെ തന്നെ കിടക്കും. കബി ബച്ചോ കി ചീക്ക് ചാക്ക് യാ बेदर्द हवा के झोंकों से उसमें छेद हो जाते, तो पर्दे की आड़ से हाथ सुई धागा ले उसकी मरम्मत कर देती. അപ്പം ചിലപ്പോൾ കുട്ടികൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാറ്റ് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ വീശുമ്പോഴൊക്കെ ഈ പർദ്ദയിൽ ഛേദുണ്ടാവും. ഛേദെന്ന് വെച്ചാൽ ഹോളാണ്. അങ്ങനെ ഹോൾസ് ഉണ്ടാവും, ചെറിയ ചെറിയ കീറലുകളൊക്കെ ഉണ്ടാവും. അത് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് സൂചിയും നൂലും എടുത്തിട്ടുള്ള കൈകൾ വന്നിട്ട് അതെല്ലാം സാധാരണ പോലെ ആക്കി മാറ്റിയിട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോഴും ഈ സ്ത്രീകൾ പുറത്തേക്ക് കടക്കില്ല, ഉള്ളിൽ നിന്നാണ് ഇത് തുന്നുന്നതൊക്കെ. ദിനോ കാ ഖേൽ മക്കാൻ കി ഡ്യോഡി കെ കിവാഡ് ഗൽത്തെ ഗൽത്തെ ബിൽക്കുൽ ഗൽ ഗയി. അപ്പം കുറച്ച് ദിവസത്തെ കാര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വീടിൻ്റെ ഡ്യോഡി കെ കിവാഡ് ഗൽത്തെ ഗൽത്തെ ബിൽക്കുൽ ഗൽ ഗയി, അതായത് വാതിലിൻ്റെ അവിടുത്തെ കട്ട്ല അതാണെങ്കിൽ പൂർണ്ണമായിട്ടും നശിക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഓൾമോസ്റ്റ് നശിച്ചു. കൈ ദഫേ കസേ ജാനെ സെ പേച്ച് ടൂട്ട് ഗയെ ഓർ സുറാഖ് ഡീലെ പട് ഗയെ. മക്കാൻ മാലിക് സുർജു പാണ്ഡേക്കോ ഉസ്കി ഫിക്ർ ന ഥി. അപ്പോൾ ഇവർ റെന്റിനല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നശിച്ചു, അതൊന്ന് ശരിയാക്കുമെന്ന് ഈ സുർജു എന്ന് പറയുന്ന ആളുടെ അടുത്താണ് പറയുന്നത്. സുർജു ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ, സുർജു പാണ്ഡെ. അപ്പോൾ സുർജു പാണ്ഡേക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. चौधरी कभी जाकर कहते, सुनते तो उत्तर मिलता, कौन बड़ी रकम थमा देते हो, 2 रुपये किराया और वह भी 6 महीने का बकाया. അപ്പോൾ ഇത് ചെന്ന് ചൗധരി പറയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ സുർജുവിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്നിട്ട് ചോദിക്കും, വലിയ പൈസയൊന്നും തരുന്നില്ലല്ലോ, 2 രൂപയാണ് ആകെ റെൻ്റായിട്ട് തരുന്നത്, അതും 6 മാസത്തെ അടയ്ക്കാൻ ബാക്കിയുണ്ട്. കിരായ എന്ന് വെച്ചാൽ റെൻ്റാണ്, ബക്കായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെൻ്റ് അടയ്ക്കാതെ വരുന്നത്, കടമായിട്ട് വരുന്നത്. ജാനത്തെ ഹോ ലക്കടി കാ ക്യാ ഭാവ് ഹെ, തടിക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ എന്ന് ചോദിക്കുകയാണ്. നാ ഹോ മക്കാൻ ചോട് ജാവോ, നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടിട്ട് പോയിക്കോളൂ എന്ന്. ആഖിർ കിവാഡ് ഗിർ ഗയെ, അങ്ങനെ ആ കട്ട്ല തകർന്നു വീണു. അപ്പോൾ പിന്നെ ഡോറും നിൽക്കില്ലല്ലോ അവിടെ. രാത് മേ ചൗധരി ഉൻഹെ ജൈസെ തൈസെ ചൗക്കട്ട് സെ ടിക്കാ ദേത്തെ, അതിങ്ങനെ വീഴും. അങ്ങനെ ചൗധരി രാത്രി അതെടുത്തിട്ട് എങ്ങനെയൊക്കെയോ വീണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കും. രാത് ഭർ ദഹ്ശത്ത് രഹത്തി കി കഹി കോയി ചോർ ന ആ ജായേ, രാത്രി മുഴുവൻ എങ്ങാനും കള്ളന്മാർ കയറിയാലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. കാരണം ഡോറും കട്ടിലയും ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഇല്ല. ആ പർദ്ദയുടെ പിന്നിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മുഹല്ലേ മേ സഫേദ് पेशगी और इज्जत होने पर भी चोर के लिए घर में कुछ न था.
ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ കാണുമ്പോൾ സാധാരണ തൊഴിലാളിയെ പോലെ പോകുന്നില്ല, ഒരു ഇമേജൊക്കെ ഉള്ള ഫാമിലി ആണെന്നേ ഉള്ളൂ. ഒരു കള്ളന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മോഷ്ടിക്കാൻ മാത്രം ആ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷായദ് ഏക് ബി സാബിത് കപ്പട യാ ബർത്തൻ ലേ ജാനെ കെ ലിയെ ചോർ കോ നാ മിൽത്ത പർ ചോർ തോ ചോർ ഹെ. ഒരു നല്ലൊരു വസ്ത്രമോ അല്ലെങ്കിൽ നല്ലൊരു പാത്രമോ പോലും മോഷ്ടിക്കാനായിട്ട് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കള്ളൻ എപ്പോഴും കള്ളൻ തന്നെയാണല്ലോ. ഛിന്നെ കെ ലിയെ കുച്ച് ന ഹോ തോ ബി ചോർ കാ ഡർ തോ ഹോത്താ ഹി ഹെ. വീട്ടിൽ നിന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും കള്ളനെ കുറിച്ചിട്ടുള്ളൊരു ഭീതി എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. വ ചോർ ജോ ഠെഹറ, എങ്ങനെ ആയാലും അയാൾ കള്ളൻ തന്നെയല്ലേ എന്ന്. ചോർ സേ ജ്യാദ ഫിക്ർ തി ആബ്രൂ की. ആബ്രൂ എന്ന് പറഞ്ഞാൽ വീണ്ടും ഓണർ തന്നെ, അവരുടെ ആ പേര്, അവരുടെ ആ ഇമേജ്, അതൊന്നും പോവരുത് എന്നുള്ള പേടിയായിരുന്നു. കള്ളം കയറുന്നതിനേക്കാളും വലിയ ഭയം അതിൻ്റെ ആയിരുന്നു. കിവാഡ് ന രഹനെ പർ പർദ ഹി ആബ്രൂ കാ രഖ്വാരാ ഥ. അപ്പം ഈ ഡോറില്ലാതെ ആയപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിൽ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു കേർട്ടൺ, അത് തന്നെയാണ് ഇവരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. रखवारा എന്ന് വെച്ചാൽ ഗാർഡ് എന്നാണ്. വ पर्दा भी तार होते होते एक रात आंधी में किसी भी हालत में लटकने लायक ना रह गया. അങ്ങനെ ഈ പർദ്ദയും കിടന്നിട്ട് പിന്നെ അത് നാശമായി, ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇനി അവിടെ തൂക്കിയിടാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി. ദൂസരേ ദിൻ ഘർ की एकमात्र पुश्तैनी चीज दरी दरवाजे पर लटक गई. അങ്ങനെ വീട്ടിലെ വളരെയധികം പാരമ്പര്യമുള്ള ആ ബെഡ്ഷീറ്റ് അത് അവരെടുത്ത് ദർവാസയിൽ തൂക്കിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. മുഹല്ലെ വാലോ ने देखा और चौधरी को सलाह दी, अरे चौधरी इस जमाने में दरियों കാഹെ ഖരാബ് കരോगे. ഈ ഒരു സമയത്ത് എന്തിനാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ നാശാക്കുന്നത്? ബാസാർ സെ ലാ ടാട്ട് കാ ടുക്കട ന ലട്കാ ദോ. അപ്പം മാർക്കറ്റിൽ പോയിട്ട് ഈ ചാക്കിൻ്റെ തുണി അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് पर्दाയിട്ട് ഇട്ടൂടെ എന്ന് ചോദിക്കുകയാണ്. പീർബക്ഷ് ടാട്ട് की कीमत भी आते जाते कई दफे पूछ चुके थे. അപ്പം കേർട്ടൻ നാശാവാൻ തുടങ്ങിയപ്പോൾ തന്നെ പീർബക്ഷ് മാർക്കറ്റിൻ്റെ അതിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ടാട്ട് എന്ന് പറഞ്ഞ മെറ്റീരിയലിന് എത്ര രൂപയായിരിക്കും എന്ന്. ദോ ഗസ് टाट 8 आने से कम में ना मिल सकता था. അപ്പോൾ 2 ഗസ് എന്ന് വെച്ചാൽ, ഗസ് എന്ന് പറഞ്ഞാൽ യാർഡ്, ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ 2 യാർഡ് ഈ തുണി മേടിക്കണമെന്നുണ്ടെങ്കിൽ 8 അണ കൊടുക്കണമായിരുന്നു. അതിനേക്കാളും കുറവ് പൈസയ്ക്ക് അത് കിട്ടില്ലായിരുന്നു. ഹസ്കർ ബോലെ ഹോനെ ദോ ക്യാ ഹെ, ഹമാരെ യഹാ പക്കി ഹവേലി മേ വി ഡ്യോഡി പർ ദരി കാഹി പർദാ രഹതാ ഹെ. അപ്പം ചൗധരി പറയാണ്, അത് കുഴപ്പമില്ല, അത് നാശമായിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ലല്ലോ, ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല തേച്ച നല്ല വീടുകളിലും ഈ വീടിൻ്റെ മുന്നിലായിട്ട് തൂക്കിയിടുന്ന ഈ ഒരു പർദ അത് ദരിയുടെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കുറച്ചധികം ലോങ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതുവരെയാണ് ഫസ്റ്റ് പാർട്ട്, ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.